എങ്ങനെയാണ് ഒരുവൻ ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നത്? ഏതു നേരം ടി വി വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫിലിമിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ശ്രദ്ധിക്കുക. മറ്റുള്ള ഒരു പുരോഗതി ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയില്ല. പിന്നെ ഏതു നേരം കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് അവർക്ക് താല്പര്യം. ഇപ്പോൾ ഒരു ജോലിയിൽ ആശ്രയിക്കുക, ആ ജോലി വിടാതെ മറ്റൊരു ജോലിയിലേക്ക് പോകാതിരിക്കുക. ഇത് തന്നെ മതി, ഇതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ വേറെ ജോലി കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് വിടണ്ട. അപ്പോൾ അവർക്ക് ഒരു പുരോഗതി ഉണ്ടാവില്ല. പിന്നെ ഒരു മാജിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കും. അതായത് ലോട്ടറി കിട്ടി, പൈസ കിട്ടുമ്പോൾ അതിൽ നിന്ന് ബിസിനസ് നടത്തി ലാഭം കൊയ്യാം എന്നൊരു ചിന്തയാണ് ഇത്തരക്കാർക്ക് വരുന്നത്. അതുകൊണ്ട് അവർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവർക്കൊരു ലോൺ എടുത്ത് ഒരു റിസ്ക് എടുത്ത് ഒരു ബിസിനസ് തുടങ്ങാനോ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ല. എപ്പോഴും കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കും. പിന്നെ അവർക്കൊരു ഒരു ലൈഫ് ഒരു ചേഞ്ച് വേണമെന്നോ അല്ലെങ്കിൽ പുരോഗതി വേണമെന്നോ ഒരു ചിന്തയോ ഉണ്ടാവില്ല. ഏതു നേരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഇത്തരക്കാർക്ക്. അവരെ നേരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഇവർ ഫ്യൂച്ചറിലേക്ക് ഒരു പൈസ എടുത്ത് വെക്കണം എന്നൊരു ചിന്തയില്ല. അന്ന് കിട്ടുന്ന പൈസ അപ്പം തന്നെ അടിച്ചു പൊളിച്ച് കഴിയുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കളയുക എന്നൊരു ചിന്താഗതിയാണ് ഇവർക്ക്. അതുപോലെ ഈ പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവർ നോക്കും എന്നുള്ളൊരു ചിന്താഗതി ഇവർക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കും. പിന്നെ പണം ഉള്ളവരെ അതുപോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും വളർന്നതെന്നുള്ളൊരു ചിന്താഗതി ഉള്ള രീതിയിലുള്ള വർത്തമാനമായിരിക്കും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സ്ഥാപന ഉടമയോ അല്ലെങ്കിൽ പണം ചിലവാക്കിയ ആൾ ഒന്നും ചെയ്യുന്നില്ല, അയാളല്ല നമ്മളാണ് ജോലി ചെയ്തിട്ട് ഈ സ്ഥാപനം വളർത്തുന്നതും എല്ലാം ചെയ്യുന്നത്. പണക്കാരൻ നമ്മളെ അധ്വാനം ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളൊരു ചിന്താഗതി ഇവർ പറഞ്ഞു നടക്കും. അപ്പോൾ അതുവഴി ഇവർക്ക് യാതൊരു പുരോഗതിയും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അതുപോലെ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥാപനം നടത്താമെന്നൊരു ചിന്താഗതി ഇവർ വെച്ച് പുലർത്തും. അതുപോലെ ഭാവിയിലേക്കൊരു നിക്ഷേപം നടത്താനോ ഒന്നും നടത്താനോ ഇവർ തയ്യാറുമല്ല. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ബുക്ക് പഠിക്കാനോ ഒന്നും ഇവർ തയ്യാറായി മാറുകയില്ല.